നമുക്ക് നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്താനും നമുക്കൊരു ഭദ്രമായ കരിയർ ഉണ്ടാക്കിയെടുക്കാനും സഹായിക്കുന്ന ഒരു മേഖലയാണോ എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് പ്രധാനം. എൻ്റെ കൂട്ടുകാരൊക്കെ ഒരു ഡിഗ്രി ചെയ്യുന്നു, അതുകൊണ്ട് ഞാനും ആ ഡിഗ്രി തിരഞ്ഞെടുക്കുകയാണ്. എൻ്റെ കൂട്ടുകാരൊക്കെ കൂടി ഒരു സ്ഥാപനത്തിൽ പോവാണ്, അതുകൊണ്ട് ഞാനും ആ സ്ഥാപനത്തിൽ പോയി ഏതെങ്കിലും ഒരു കോഴ്സിന് അഡ്മിഷൻ എടുക്കുകയാണ്. നിങ്ങൾ ജീവിതത്തിൽ നമ്മുടെ ലൈഫിൽ ഏറ്റവും പ്രധാനപ്പെട്ട 3-4 വർഷമാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ആ വർഷം നമുക്ക് ഫലപ്രദമായി മാറുക, അത് തുടർന്നങ്ങോട്ടുള്ള ജീവിതത്തിലേക്കുള്ള ഒരു വഴിത്തിരിവായി മാറുക എന്നതാണല്ലോ പ്രധാനം. അതിനാണല്ലോ നമ്മൾ സാമ്പത്തികമായി ചെലവിട്ട് അല്ലെങ്കിൽ സമയം ചെലവിട്ട് ഒരു സ്ഥാപനത്തിൻ്റെ ഭാഗമാകുന്നത്. അങ്ങനെ ചിന്തിക്കുമ്പോൾ എനിക്കിഷ്ടപ്പെട്ട വിഷയം, എനിക്ക് സാധ്യതകളുള്ള വിഷയം, എനിക്ക് മുന്നോട്ടേക്ക് എൻ്റെ കരിയറിനെ ഏറ്റവും ഫലപ്രദമായി കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു വിഷയം അതാവുക ഞാൻ തിരഞ്ഞെടുക്കുന്നത് എന്നതാണ് പ്രധാനം. അങ്ങനെ തിരഞ്ഞെടുക്കുമ്പോൾ പുതിയ കാലത്ത് പ്രത്യേകിച്ചും ആർട്സ് ആൻഡ് സയൻസ് മേഖലകളിൽ നമുക്ക് ഒരുപാട് അവസരങ്ങളുണ്ട്. ഇപ്പോൾ നമ്മുടെ സ്ഥാപനത്തിൽ തന്നെ കൊമേഴ്സ്, മാനേജ്മെൻറ്റ്, അതുപോലെ തന്നെ ഇംഗ്ലീഷ്, സൈക്കോളജി, ഫുഡ് സയൻസ് ആൻഡ് ന്യൂട്രീഷൻ, അതുകൂടാതെ കമ്പ്യൂട്ടർ സയൻസിലെ ഡിഫറെൻറ്റ് സ്ട്രീം, ഇങ്ങനെ നിരവധി ഡിഗ്രി PG പ്രോഗ്രാമുകളുണ്ട്. ഇതെല്ലാം നമ്മളെ സംബന്ധിച്ചിടത്തോളം പുതിയ കാലത്ത് വലിയ സാധ്യതയുള്ളതാണ്. അതേസമയം നമുക്ക് ഏറ്റവും കോമ്പിറ്റൻ്റായി ഈ ഡിഗ്രി പൂർത്തിയാക്കുന്നതിന് വേണ്ടി നമ്മൾ പരിശ്രമിക്കേണ്ടുന്ന വളരെ മത്സരാധിഷ്ഠിതമായ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ തിരഞ്ഞെടുക്കുന്ന കോഴ്സ് പ്രധാനമാവുക എന്നതുപോലെ പ്രധാനമാണ് സ്ഥാപനം എന്നുള്ളതും. കുട്ടികൾക്ക് പഠന സംബന്ധമായ സൗകര്യങ്ങളുള്ളൊരു ക്യാമ്പസ് ആവുക, അത്തരം ഫെസിലിറ്റികൾ അവർക്ക് മുന്നിൽ തുറന്നു വെക്കപ്പെടുക. അത് ലൈബ്രറി ആണെങ്കിലും ലാബാണെങ്കിലും മറ്റനുബന്ധ പഠന സൗകര്യങ്ങളാണെങ്കിലും അവിടെ പഠിപ്പിക്കുന്ന അധ്യാപകരുടെ ക്വാളിഫിക്കേഷൻ ആണെങ്കിലും ഒക്കെ അത് കരിയറിൽ ഒരു വളർച്ച ഉണ്ടാക്കിയെടുക്കാൻ സഹായിക്കുന്ന രീതിയിലുള്ള ഏറ്റവും ആധുനികമായ സൗകര്യങ്ങൾ അത് വിദ്യാർത്ഥികൾക്ക് ലഭ്യമാക്കുന്ന ഒരിടത്ത് നമുക്ക് നമ്മുടെ ഉപരിപഠനം പ്ലാൻ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് തന്നെ നമ്മൾ നീലഗിരി കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യത്തോടെ കാണുന്ന ഒരു സംഗതി കുട്ടികൾക്ക് ഏറ്റവും അത്യന്താധുനികമായ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ്. അത് ക്ലാസ് മുറികളാണെങ്കിലും അവരുടെ ലൈബ്രറി ആണെങ്കിലും ലാബാണെങ്കിലും എന്ന് വേണ്ട എല്ലാ ഫെസിലിറ്റിയും, അത് സ്പോർട്സ്, ആർട്സ്, അനുബന്ധമായ സൗകര്യങ്ങളെല്ലാം ഒരു കോംപ്രമൈസും ചെയ്യാതെ ഏറ്റവും ക്വാളിറ്റേറ്റീവായ രാജ്യാന്തര നിലവാരമുള്ള ഫെസിലിറ്റി ഒരു ആർട്സ് ആൻഡ് സയൻസിൽ ലഭ്യമാക്കുക എന്ന് പറയുന്നത് ഒരു വിട്ടുവീഴ്ചയില്ലാതെ സ്ഥാപനം മുന്നോട്ട് വെക്കുന്ന ഒരു ആശയമാണ്. അത് ക്യാമ്പസിൽ വരുന്നവർക്കൊക്കെ ബോധ്യപ്പെടുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു അന്തരീക്ഷത്തിൽ മികച്ച സൗകര്യങ്ങളോടുകൂടി നമുക്ക് പഠിക്കാനാവുക എന്നതാണല്ലോ ഏറ്റവും പ്രധാനം. അതോടൊപ്പം തന്നെ ഏറ്റവും നല്ല ക്വാളിഫൈഡ് ആയ ഫാക്കൽറ്റീസ് ഉണ്ടാവുക എന്നത്, കുട്ടികളോട് ചേർന്ന് നിൽക്കാൻ പറ്റുന്ന, അവരെ ഗൈഡ് ചെയ്യാൻ പറ്റുന്ന, അവരുടെ വിജയം ഉറപ്പുവരുത്താൻ പറ്റുന്ന, അവരെ കരിയറിലേക്ക് ഉയർന്ന സാധ്യതകളിലേക്ക് പോകാൻ അവരെ പ്രേരിപ്പിക്കുന്ന ആ അർത്ഥത്തിലുള്ളൊരു നല്ലൊരു ടീച്ചിങ് ഫ്രട്ടേണിറ്റി ഒരു ക്യാമ്പസിൽ ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. നീലഗിരി കോളേജിന് അഭിമാനത്തോടെ പറയാൻ പറ്റും, നമ്മുടെ അധ്യാപകർ വിദ്യാർത്ഥികൾക്ക് നൽകുന്നത് അത്തരമൊരു ആത്മവിശ്വാസമാണ്. അവരുടെ ഒരു സമർപ്പണവും അതുപോലെ തന്നെ അവരുടെ ഒരു സാധ്യതയും ആ അർത്ഥത്തിൽ വിദ്യാർത്ഥികളുടെ കരിയറിന് വലിയ സഹായം നൽകുന്ന രീതിയിലുള്ള ഒരു നല്ല ഒരു വർക്ക് ഫോഴ്സ് നമ്മുടെ ക്യാമ്പസിലുണ്ട്. ഒരുപക്ഷെ സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ ഇത്രയധികം ഡോക്ടറേറ്റ് ക്വാളിഫിക്കേഷനുള്ള അധ്യാപകർ എന്ന് പറയുന്നത് അപൂർവമായി കാണുന്ന ഒരു കാഴ്ചയാണ്. നീലഗിരി കോളേജിനെ സംബന്ധിച്ചിടത്തോളം 40ഓളം അധ്യാപകർ ഡോക്ടറേറ്റ് കഴിഞ്ഞ PhD ഹോൾഡേഴ്സ് ആയിട്ടുള്ള അധ്യാപകരാണ്. റിസർച്ച് രംഗത്ത്, അധ്യാപന രംഗത്തൊക്കെ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയ, സ്ഥാപനത്തിൽ കുറേ വർഷങ്ങളായി സേവനം ചെയ്യുന്ന അധ്യാപകരുടെ ഒരു നീണ്ട നിര നമ്മുടെ ക്യാമ്പസിൽ ഉണ്ട് എന്നത് വിദ്യാർത്ഥികൾക്ക് ഒരു വലിയ ഒരു ആത്മവിശ്വാസം നൽകുന്ന ഒരു ഘടകമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള ഫാക്കൽറ്റീസ്, ക്വാളിറ്റിയുള്ള ഒരു കരിക്കുലം, അതുപോലെ ഏറ്റവും ക്വാളിറ്റിയുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഇത് ലഭ്യമാക്കാനായാൽ പുതിയ സാഹചര്യങ്ങളിൽ നമ്മുടെ കുട്ടികൾക്ക് വളരാൻ കഴിയും, അവർക്ക് വലിയ സാധ്യതകൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതേസമയം തന്നെ കുട്ടികളുടെ ആംഗിളിൽ ചിന്തിച്ചാൽ അവർക്ക് ഒരു ഡിഗ്രി പഠനകാലം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ PG പഠനകാലം എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ ഒരു വലിയ ഒരു സന്തോഷപ്രദമായൊരു കാലമാണ്. അത് എങ്ങനെ ലഭ്യമാക്കാൻ പറ്റും എന്നുള്ളതും സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രാധാന്യത്തോടെ കാണുന്ന ഒരു സംഗതിയാണ്. ആർട്സ് രംഗത്താവട്ടെ, സ്പോർട്സ് രംഗത്താവട്ടെ അനവധി അവസരങ്ങൾ ക്യാമ്പസിൽ നിരന്തരം ലഭ്യമാക്കുന്നു എന്ന് കാണാം. ഇന്ന് യൂണിവേഴ്സിറ്റി തലത്തിലാണെങ്കിലും സ്റ്റേറ്റ്, നാഷണൽ തലത്തിലാണെങ്കിലും ഒക്കെ മികച്ച നേട്ടങ്ങൾ കൈവരിക്കുന്ന ആർട്സ്, സ്പോർട്സ് മേഖലകളിലെ പ്രതിഭാധനരായ കുട്ടികളുടെ ഒരു വലിയ പൂള് നീലഗിരി കോളേജിൽ ഉണ്ട് എന്നത് അഭിമാനത്തോടെ പറയാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. യൂണിവേഴ്സിറ്റിയുടെ റാങ്ക് വന്നാൽ ഓരോ വർഷവും നമുക്ക് ഡസൻ കണക്കിന് വിദ്യാർത്ഥികൾ നമ്മുടെ ഈ കഴിഞ്ഞ വർഷങ്ങളിൽ സ്ഥാപനത്തിൽ നിന്ന് യൂണിവേഴ്സിറ്റിയുടെ 1ാം റാങ്ക് ഉൾപ്പെടെയുള്ള, ഗവർണറുടെ മെഡൽ ഉൾപ്പെടെയുള്ള നിരവധി റാങ്കുകൾ വാങ്ങിയിട്ടുള്ള വിദ്യാർത്ഥികൾ ഓരോ വർഷവും നമുക്കൊരു ശ്രദ്ധേയമായ റിസൾട്ട് ഉണ്ടാക്കുന്ന ഒരു അനുഭവം സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷം പകരുന്ന ഒന്നാണ്. കൂടാതെ ജോലി, പ്ലേസ്മെൻ്റ് ആണല്ലോ പുതിയ കാലത്ത് ഏറ്റവും പറയുന്നത്. കുട്ടി പഠിക്കുന്നു, അവർ 3 വർഷം ഇൻവെസ്റ്റ് ചെയ്യുന്നു, ആ സമയത്ത് അവർക്കത് കഴിയുമ്പോൾ ഒരു ജോലി കിട്ടുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്.
ഇന്ന് കോർപ്പറേറ്റ് രംഗത്ത് നാട്ടിലാവട്ടെ വിദേശത്താവട്ടെ എവിടെയും മികച്ച വിജയം കൈവരിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ള നല്ല കരിയർ, അതിലുള്ള പ്ലേസ്മെൻറ്റ് സാധ്യതകൾ സ്ഥാപനം ഉറപ്പുവരുത്തുന്നുണ്ട്. ഒരു ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ നിന്ന്, സാധാരണ സ്ഥാപനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ക്യാമ്പസിൽ പ്ലേസ്മെൻറ്റ് നൽകുന്നു. ഇൻഫോസിസ് നേരിട്ട് വന്ന് അവസാന വർഷ വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകുന്നു. ഇൻ്റർവ്യൂ മാനേജ്മെൻറ്റ്, സ്കിൽ ഡെവലപ്മെൻറ്റ് പരിശീലനം ഇൻഫോസിസ് നേരിട്ട് നൽകുന്ന ക്യാമ്പസ്. അതുപോലെ തന്നെ ടാറ്റ കൺസൾട്ടൻസി ഉൾപ്പെടെയുള്ള ഇൻഫോസിസ്, HCL, അത് വിപ്രോ ഉൾപ്പെടെയുള്ള നിരവധി സ്ഥാപനങ്ങളിലേക്ക് നേരിട്ട് കുട്ടികൾക്ക് ജോലിക്ക് അവസരം ലഭിക്കുന്ന ക്യാമ്പസ് പ്ലേസ്മെൻറ്റുകളുടെ നിരന്തരമായ അവസരങ്ങൾ. ഒരു വർഷത്തിൽ 10-18 വിദ്യാർത്ഥികളൊക്കെ ടാറ്റ കൺസൾട്ടൻസിയിൽ, TCSൽ ജോലിക്ക് കയറുന്നു, വിവിധ ബാങ്കുകളിൽ ജോലിക്ക് കയറുന്നു, വിദേശ കമ്പനികളിൽ പോകുന്നു. ഇതെല്ലാം ക്യാമ്പസിൽ അവരുടെ ഡിഗ്രി പൂർത്തിയാകുന്നതിന് മുമ്പ് അവരുടെ ജോലിയുടെ അപ്പോയിൻമെൻറ്റ് ലെറ്റർ വാങ്ങുന്ന നിരവധി കുട്ടികൾ നമ്മുടെ ക്യാമ്പസിലുണ്ട് എന്നത് സന്തോഷത്തോടെ പറയാൻ പറ്റുന്ന ഒരു നേട്ടമാണ്. ജോലിയുടെ വിഷയത്തിലാണെങ്കിലും ഉപരിപഠനത്തിൻ്റെ വിഷയത്തിലാണെങ്കിലും നെറ്റ് കോച്ചിങ് ഉൾപ്പെടെയുള്ള അത് ക്വാളിഫൈ ചെയ്യുന്ന ഉൾപ്പെടെയുള്ള കോമ്പറ്റേറ്റീവ് എക്സാമുകളുടെ സാധ്യതകളിലാണെങ്കിലും ഒക്കെ വിദ്യാർത്ഥികളിൽ മികവ് പുലർത്തുന്നവരുടെ എണ്ണം ഓരോ വർഷം കഴിയുന്തോറും കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷേ പുതിയ ഒരു മാറി വരുന്നൊരു കാലത്ത്, മാറി വരുന്നൊരു സാഹചര്യത്തിൽ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയും വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റങ്ങളൊക്കെ വരുന്നൊരു കാലത്ത് ഇത്തരം അവസരങ്ങൾ നിരന്തരമായി നൽകി, എക്സ്പോഷർ നൽകി, നിരവധി ഇൻഡസ്ട്രി ആഡ് ഓൺ പ്രോഗ്രാമുകൾ, ഇൻഡസ്ട്രി ട്രെൻഡ് അനുസരിച്ചുകൊണ്ട് വിഭാവനം ചെയ്യുന്ന AI റോബോട്ടിക്സ് പോലെ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് പോലെ, അതുപോലെ ബിസിനസ് പ്രോസസ് മാനേജ്മെൻറ്റ് പോലെ ഇത്തരത്തിലുള്ള നിരവധി കോഴ്സുകൾ, ട്രെയിനിങ് ആൻഡ് കൗൺസിലിംഗ്, ACCA, അതുപോലെ ബിസിനസ് അക്കൗണ്ടിംഗ് ആൻഡ് അനലിറ്റിക്സ്, ഇങ്ങനെ നിരവധി കോഴ്സുകൾ അവരവരുടെ പ്രോഗ്രാമിനോട് ചേരുന്ന രീതിയിലുള്ള ഇൻഡസ്ട്രി കോഴ്സുകൾ, ഇൻഡസ്ട്രി രംഗത്തുള്ള എക്സ്പേർട്ടുകൾ, അതുപോലെ വിസിറ്റിംഗ് പ്രൊഫസേഴ്സും ഒക്കെ വന്നുകൊണ്ട് നടത്തുന്ന നിരവധി കോഴ്സുകളും അനുബന്ധ സർട്ടിഫിക്കേഷൻ പ്രോഗ്രാമുകളും രാജ്യത്തിനകത്തും വിദേശത്തുമുള്ള യൂണിവേഴ്സിറ്റികളുമായി സഹകരിച്ച് ലഭ്യമാക്കുന്നു എന്നുള്ളത് നീലഗിരി കോളേജിൻ്റെ ഒരു വലിയ പ്രത്യേകതയാണ്. അതോടൊപ്പം തന്നെ രക്ഷിതാക്കളൊക്കെ ഏറ്റവും കൂടുതൽ സന്തോഷത്തോടെ പറയുന്ന ഒന്ന്, അത് സ്ഥാപനത്തിലെ വിദ്യാർത്ഥികൾ പുലർത്തുന്ന അച്ചടക്കമാണ്. അത് പഠനകാര്യത്തിലാണെങ്കിലും പഠനാനുബന്ധ മേഖലകളിലാണെങ്കിലും ക്യാരക്ടറിൻ്റെ വിഷയത്തിലാണെങ്കിലും അത് കുറച്ച് ഗൗരവത്തിൽ കാണുന്നൊരു ക്യാമ്പസ് എന്നുള്ള നിലയിലാണ് ചിലപ്പോഴൊക്കെ കുട്ടികളൊക്കെ അതൊരാശങ്കയായി പറയാറുണ്ട്. ഇത്രയൊക്കെ നമ്മൾ കണിശമാകേണ്ടതുണ്ടോ, ഇങ്ങനെ ക്ലാസ്സുകൾ നടക്കുന്നതിൽ, അറ്റൻഡൻസിൽ, അതുപോലെ തന്നെ കുട്ടികളുടെ അച്ചടക്കത്തിൽ, കുട്ടികളുടെ സ്ഥാപനത്തിലുള്ള ബിഹേവിയറിലൊക്കെ ഇത്ര ശ്രദ്ധിക്കേണ്ടതുണ്ടോ, ഇങ്ങനെ കൂടുതൽ കർക്കശമാകേണ്ടതുണ്ടോ എന്നൊക്കെ ചിലപ്പോഴൊക്കെ നമ്മളൊരു ഒരു സ്വകാര്യ വിമർശനം പോലെയൊക്കെ കുട്ടികളൊക്കെ പറയാറുണ്ട്. പക്ഷെ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. വളരെ കൾച്ചർ ഓറിയൻറ്റഡായ, വാല്യൂ ഓറിയൻറ്റഡായ ഒരു സിസ്റ്റം ക്യാമ്പസിൽ നിർബന്ധമായും ഉണ്ടാവണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം അതിനൊരു പ്രധാനപ്പെട്ട കാരണം നല്ല ഡിസിപ്ലിൻഡായ, വാല്യൂ ഓറിയൻറ്റഡായ കുട്ടികളിൽ മാത്രമേ നല്ല ഭാവി ഉണ്ടാക്കാൻ കഴിയൂ. അതിലൂടെ മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊടുക്കാൻ പറ്റൂ. അവർക്ക് മാത്രമേ ഇത്തരത്തിലുള്ള സ്കിൽ എംപവർമെൻറ്റും ഇത്തരം പ്ലേസ്മെൻറ്റ് ഉൾപ്പെടെയുള്ള ഹയർ എഡ്യൂക്കേഷൻ ഉൾപ്പെടെയുള്ള സാധ്യതകൾ അവരെ പ്രയോജനപ്പെടുത്താൻ സാധ്യതയുള്ളൂ. നമ്മളൊരു കുത്തഴിഞ്ഞ ക്യാമ്പസ് അറ്റ്മോസ്ഫിയറിൽ നിന്ന് നമുക്ക് വലിയ പ്രതിഭകൾ ഉണ്ടാക്കാൻ പറ്റുമെന്ന പ്രതീക്ഷയൊന്നുമില്ല. ക്യാമ്പസിൽ അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിൽ വളരെ കണിശമായ ഒരു സിസ്റ്റം, ഒരു ഫോക്കസ്ഡ് ആയ ഒരു സിസ്റ്റം നമ്മുടെ ക്യാമ്പസിലുണ്ട്. അതൊരു പക്ഷേ അത് ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് മാത്രമാണ് അതൊരു വലിയ സന്തോഷം ഉണ്ടാക്കാൻ സാധ്യതയുള്ളൂ. പക്ഷേ ആ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും സ്ഥാപനം കാണിക്കാറില്ല, നൽകാറില്ല. പക്ഷേ കുട്ടികളുടെ സന്തോഷങ്ങൾ, എൻജോയ്മെൻറ്റുകൾ, ആഘോഷങ്ങൾ, ഇതെല്ലാം ഏതൊക്കെ അർത്ഥത്തിൽ എത്ര മനോഹരമായി നൽകാൻ പറ്റുമോ അതോരോ വർഷവും നമ്മുടെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമായി ക്യാമ്പസിൽ കുട്ടികൾക്ക് വേണ്ടി ഒരുക്കാറുമുണ്ട് എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഓരോ വർഷവും ആ മേഖലയിൽ പുതിയ പുതിയ ഇന്നൊവേഷൻസ് ക്യാമ്പസിൽ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. സാമൂഹിക പ്രതിബദ്ധതയുള്ള, ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുന്ന, മനുഷ്യരോട് ഇടപഴകുന്ന, കൃഷി ചെയ്യുന്ന, പാടത്ത് ഇറങ്ങി പണിയെടുക്കുന്ന, അതുപോലെ തന്നെ പാവങ്ങളായ തണൽ മന്ദിരങ്ങളിലെ മാതാപിതാക്കൾക്ക് ചെന്നുപോയി ഭക്ഷണം കൊടുത്ത് അവരെ സന്തോഷിപ്പിക്കുന്ന, ഇങ്ങനെ നിരവധി സോഷ്യലി റെസ്പോൺസിബിളായ ഇനീഷ്യേറ്റീവ്സ് നമ്മുടെ മക്കൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് കോളേജിനെ സംബന്ധിച്ചിടത്തോളം അഭിമാനമുള്ള ഒരു സംഗതിയാണ്. ഒരേ സമയം നമ്മൾ വിശ്വസിക്കുന്നത് തന്നെ ലോക്കലി റൂട്ടഡ് ആൻഡ് ഗ്ലോബലി കണക്റ്റഡ് എന്നുള്ളതാണ്. വേരുകൾ ഇറങ്ങി നമ്മൾ നമ്മുടെ നാടിനോട്, കുടുംബത്തോട്, മാതാപിതാക്കളോട്, പ്രിയപ്പെട്ടവരോട് ഒക്കെ കടപ്പാടുള്ളവരാകുകയും അതേസമയം തന്നെ നമുക്ക് ലോകത്തിൻ്റെ ആഗോള സാധ്യതകളെ, AI-യുടെയും ഓഗ്മെൻറ്റഡ് ഇൻ്റലിജൻസിൻ്റെയും ഒക്കെ ഒരു ലോകത്ത് അതൊക്കെ പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന ഒരു കാലത്തെ
അല്ലെങ്കിൽ അത്തരം സാധ്യതകളെ പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന ക്യാമ്പസ് അനുഭവവും നമ്മുടെ കുട്ടികൾക്ക് ലഭ്യമാകുക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ വലിയ സന്തോഷമാണ്. നമ്മൾ ഇവിടുന്ന് പഠിച്ച് പുറത്തിറങ്ങിയ വിദ്യാർത്ഥികൾ വിദേശ രാജ്യങ്ങളിലെ വലിയ കമ്പനികളിൽ ജോലി ചെയ്യുന്നു. ഇൻഫോസിസ് ഉൾപ്പെടെയുള്ള വലിയ ടോപ്പ് നോച്ച് കോർപ്പറേറ്റ് കമ്പനികളുടെ അമരത്തിരിക്കുന്നു. അതുപോലെ അധ്യാപന രംഗത്ത് ജോലി ചെയ്യുന്നു, ഇങ്ങനെ ബിസിനസ് നടത്തുന്നു, വലിയ സക്സസ്ഫുള്ളായ ഓൺട്രപ്രണർഷിപ്പ് സ്റ്റാർട്ടപ്പ് മേഖലയിൽ നന്നായി ശോഭിക്കുന്നു. ഇങ്ങനെ അതുപോലെ ഗവൺമെൻറ് ജോലിയിൽ, അതുപോലെ ഫോഴ്സിൽ, പിന്നെ ആർമിയിൽ, ഇങ്ങനെ നിരവധി മേഖലകളിൽ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ അവരുടെ ഒരു പ്രൗഡ് അലുമിനീസ് എന്നുള്ള നിലയിൽ മികച്ച കോൺട്രിബ്യൂഷൻസ് നിർവഹിച്ചുകൊണ്ട് ഈ നാളിതുവരെയുള്ള ബാച്ചുകളിൽ നിന്ന് വലിയ വിജയമുണ്ടായിട്ടുണ്ട് എന്നുള്ളത് സന്തോഷത്തോടെ പറയാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. 100% കുട്ടികളും ഡിഗ്രി കഴിയുമ്പോൾ പുറത്തിറങ്ങുമ്പോൾ സർട്ടിഫിക്കറ്റ് ലഭ്യമായി പോകുന്നു, അവർ ജയിക്കുന്നു. അത് സാധാരണഗതിയിലുള്ളതുപോലെ പാസ് പെർസെൻറ്റേജ് കുറയുന്നൊരു സാഹചര്യമില്ല. 98%, 100% വിജയം ഉറപ്പുവരുത്തുന്ന ഡിപ്പാർട്ട്മെൻറ്റുകളാണ് ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളും. ഇങ്ങനെ ഒരു പഠന കാര്യത്തിൽ, അവരുടെ തൊഴിൽ മേഖലയിൽ, അവരുടെ ജീവിത മേഖലകളിൽ, അവരുടെ പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും ഹോസ്റ്റലിലാണെങ്കിലും ഒക്കെ ആ സുരക്ഷയൊക്കെ ഉറപ്പുവരുത്തി ഏറ്റവും മനോഹരമായി അവരുടെ കരിയറിനെ ചിട്ടപ്പെടുത്താൻ കഴിയുക എന്നതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇന്ന് കേരളത്തിലെ, തമിഴ്നാട്ടിലെ, കർണാടകയിലെ വിവിധ ജില്ലകളിൽ നിന്ന് 1700-ലധികം കുട്ടികൾ നമ്മുടെ ക്യാമ്പസിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 600-ലധികം കുട്ടികൾ ഹോസ്റ്റലുകളിൽ റെസിഡൻഷ്യൽ സൗകര്യത്തോടെ നമ്മുടെ ക്യാമ്പസിൽ പഠിച്ചു വളരുന്നുണ്ട്. ഇങ്ങനെ വയനാട് ജില്ലയിലെ, നീലഗിരി ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ഏതാണ്ട് ഒരു 10-60 കിലോമീറ്റർ ചുറ്റളവിൽ നമ്മുടെ വാഹനം കുട്ടികളെ എടുത്ത് ഓരോ ദിവസവും വരികയും പോവുകയും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ അങ്ങനെ വിശാലമായൊരു സൗകര്യത്തിലുള്ള കേരളത്തിലെ ഏതാണ്ട് എല്ലാ ജില്ലകളിൽ നിന്നും കുട്ടികൾ പഠിക്കുന്ന ഒരു ക്യാമ്പസാണ്. വിദേശ രാജ്യത്തിലുള്ള ഗൾഫ് നാടുകളിലെ ഒരു NRI കമ്മ്യൂണിറ്റിയിൽ ഒരു വലിയ പൂള് നമ്മുടെ കുട്ടികൾ നമ്മുടെ സ്ഥാപനത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഗുണമാണ് നമുക്ക് ഈ കാലയളവിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളെല്ലാം. NAC അക്രഡിറ്റേഷനിൽ ഫസ്റ്റ് സൈക്കിളിൽ A++ 3.59 നേടുന്ന ഏക സ്ഥാപനമാണ് ഇന്ത്യയിൽ തന്നെ നീലഗിരി കോളേജ് എന്ന് പറയുന്നത്. NIRFൽ 200-ൻ്റെയും 300-ൻ്റെയും ബാൻഡ് വിഡ്ത്തിൽ ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ച ഒരു സെൽഫ് ഫിനാൻസിങ് കോളേജാണ് നീലഗിരി കോളേജ് എന്ന് പറയുന്നത്. ഏറ്റവും ചുരുങ്ങിയ പ്രായത്തിൽ ഓട്ടോണമസ് പദവി കിട്ടിയ സ്ഥാപനമാണ് നീലഗിരി കോളേജ്. ഭാരതിയാർ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ഏറ്റവും പ്രൗഢമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നീലഗിരി കോളേജിൻ്റെ 2026-27 അക്കാഡമിക് ഇയറിൽ നടക്കുന്ന അഡ്മിഷനിലേക്ക് ഡിഗ്രി എടുക്കാൻ, PG എടുക്കാൻ, അതുപോലെ PhD എടുക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളിൽ നിന്ന് ലൈഫ് രക്ഷപ്പെടണം, ജീവിതം മെച്ചപ്പെടണം, കരിയറിൽ പ്രോഗ്രസ് ഉണ്ടാവണം എന്നാഗ്രഹിക്കുന്ന മുഴുവൻ കുട്ടികളെയും നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച ഒരു പഠനാനുഭവം ആഗ്രഹിക്കുന്നവർക്ക്, വലിയ കരിയർ സ്വപ്നങ്ങളുള്ളവർക്ക് നീലഗിരി കോളേജിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവരെയും ഈ വർഷത്തെ ഈ ഒരു സന്തോഷം പങ്കുവെക്കുകയും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് നിങ്ങൾക്ക് നീലഗിരി കോളേജിലെ ഡിഗ്രിയെ, PGയെ, PhD പ്രോഗ്രാമുകളെ പരിചയപ്പെടുത്താവുന്നതാണ്. നിങ്ങളെ സ്നേഹപൂർവ്വം നീലഗിരി കോളേജ്, നീലഗിരി കുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. താങ്ക് യു.